എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകർ കാത്തിരിക്കുന്ന 4 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ ജനുവരി മാസം 9 തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ആസിഫ് അലി നായകനെത്തിയ ഏറ്റവും പുതിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജോണർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണല്ലോ രേഖാചിത്രം. നിലവിൽ 4 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമയുടെ 4ാം ദിവസമായ ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 4 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 11 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിൻ്റെ ആദ്യ 4 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം 28 കോടി 30 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ബോക്സ് ഓഫീസിൽ വമ്പൻ തരംഗമായി മുന്നേറുന്ന ആസിഫ് അലിയുടെ രേഖാചിത്രം എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കൂ. അടുത്ത സിനിമ കഴിഞ്ഞ വർഷം തിയേറ്ററുകൾക്ക് ക്രിസ്മസ് പ്രമാണിച്ച് റിലീസെത്തിയ ഉണ്ണിമൂന്തൻ നായകനെത്തിയ ഹെവി വയലൻസ് സിനിമ കൂടിയാണല്ലോ മാർക്കോ. നിലവിൽ 24 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമ ഇപ്പോഴത്തെ ചിത്രം ആ ഒരു മൈൽ സ്റ്റോണിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഉണ്ണിമൂന്തൻ്റെ കരിയറിലെ ഏറ്റവും വലിയ മൈൽ സ്റ്റോണിലേക്ക് ഇപ്പോൾ ഇത് മാർക്കോ എത്തപ്പെട്ടിരിക്കുകയാണ്. 24ാം ദിവസമായി ഇന്നലെയാണ് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടിയിലേക്ക് എത്തപ്പെട്ടത്. ഒരാഴ്ചയ്ക്ക് മുമ്പേ തന്നെ ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടി ക്ലബ്ബിൽ കയറിയെന്നുള്ള പോസ്റ്ററിൽ തന്നെ വന്നിരുന്നെങ്കിൽ പോലും ട്രാക്കേഴ്സ് കണക്കുകൾ പ്രകാരം ചിത്രം ഇപ്പോഴാണ് 100 കോടി ക്ലബ്ബിലേക്ക് എത്തിയിരിക്കുന്നത്. അതേസമയം മാർക്കോ എന്ന സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ 42 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. നിലവിൽ ഒരുപാട് സിനിമകൾ ഇപ്പോൾ റിലീസ് എത്തിയിട്ടുണ്ടെങ്കിൽ പോലും കേരളത്തിന് പുറമെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ മാർക്കോ എന്ന സിനിമ ഇപ്പോഴും മികച്ചൊരു ഹോൾഡോടെ മുന്നേറുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ എന്ന് സ്വന്തം പുണ്യാളൻ. അർജുൻ അശോകൻ, അനശ്വരരാജൻ, ബാലു വർഗീസ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തിയേറ്ററുകളിലേക്ക് റിലീസെത്തി പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണ് പുണ്യാളൻ. നിലവിലിപ്പോൾ 3 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമയുടെ ചിത്രത്തിൻ്റെ ആദ്യ 3 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുപ്രകാരം ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 1,99 ലക്ഷത്തിലേക്ക് ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിലവിൽ 1.5 കോടിയിലേക്ക് ചിത്രത്തിൻ്റെ കളക്ഷൻ എത്തപ്പെട്ടു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ സംക്രാന്തി പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ശങ്കർ സംവിധാനം ചെയ്ത് രാംചരൺ നായകനായെത്തിയ സിനിമ കൂടിയാണല്ലോ ഗെയിം ചേഞ്ചർ. ആദ്യ ദിവസം മുതൽ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 3 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. ചിത്രത്തിൻ്റെ ആദ്യ 3 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ദിനം ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 80 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയപ്പോൾ 2ാം ദിവസമായ ശനിയാഴ്ച ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 28 കോടി രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 2 ദിവസങ്ങളോട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 108 കോടി 80 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 3ാം ദിവസമായി ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 30 കോടിയോളം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 3 ദിവസങ്ങളോട് ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 138 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിൻ്റെ ആദ്യ 3 ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ 50 ലക്ഷത്തിലേക്കും എത്തിയിരിക്കുകയാണ്. വമ്പൻ ഹൈപ്പോടെ പ്രൊമോഷനോടെ തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ഗെയിം ചേഞ്ചർ എന്ന സിനിമയ്ക്ക് ഒട്ടും തുടക്കമല്ല ചിത്രത്തിന് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ തുടങ്ങാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ഷെയ്ൻ നിഗം നായകനായെത്തിയ തമിഴിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ മദ്രാസ്കാരൻ. ഒരു റിവെഞ്ച് ആക്ഷൻ ത്രില്ലർ ജോണർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയായ മദ്രാസ്കാരൻ എന്ന സിനിമയ്ക്ക് ആദ്യ ദിവസം മുതലേ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണല്ലോ കിട്ടിയിരുന്നത്. നിലവിൽ 3 ദിവസങ്ങൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം പിന്നിടുമ്പോൾ വേണ്ടത്ര കളക്ഷനിലേക്ക് ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിട്ടില്ല. ആദ്യ ദിനം 30 ലക്ഷം രൂപ ഗ്രോസ് കളക്ഷൻ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നേടിയ സിനിമ 2ാം ദിവസമായ ശനിയാഴ്ച ചിത്രം 25 ലക്ഷം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 55 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ട സിനിമ 3ാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 34 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 84 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.